അർജുൻ അശോകന്റെ ഈ ഒരു ഇന്റർവ്യൂ ക്ലിപ്പാണ് ഈ ഒരു ഡേ സംഭവിക്കാൻ കാരണം. അപ്പോൾ വീഡിയോ കണ്ടാലോ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറച്ചിച്ചോറ് ഡേ. യൂട്യൂബ് ഷോർട്സിൽ അർജുൻ അശോകൻ ഇറച്ചിച്ചോറിനെ കുറിച്ച് പറയുന്ന ഈ ഒരു ഷോർട്സ് കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ പോയാലോ എന്ന് സൂര്യോട് ചോദിച്ചു. ഇന്ന് പക്ഷേ റെസ്പോൺസ് പതിവ് പോലെ ആയിരുന്നില്ല. ഇറച്ചിച്ചോറ് കഴിക്കാൻ പോയാലോ? അങ്ങനെ ഇറച്ചിച്ചോറ് വീട്ടിലുണ്ടാക്കാം എന്ന തീരുമാനത്തിലെത്തി. സൂര്യയുടെ ഫേവറേറ്റ് യൂട്യൂബറിൽ നിന്നും ഇങ്ങനെ ഒരു കഴിവ് അവൾ സ്വായത്തമാക്കിയത് ഞാൻ അറിയാൻ വൈകിപ്പോയി. അപ്പൊ ഇറച്ചിച്ചോറ് തന്നെ പക്ഷെ എന്തായാലും ഫോട്ടോ വെച്ച് പോണട്ടോ. എന്താ നൂറിയ ഇറച്ചിച്ചോറ് അതാ പ്രശ്നം. അടുത്ത വീക്കെൻഡിൽ പോ. അങ്ങനെ ഇറച്ചിച്ചോറ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നിന്നോട് പറഞ്ഞാൽ മതി, ഹോട്ടലിൽ പോ നിക്കണ്ടല്ലേ. എപ്പോഴും വേണ്ട, ആഴ്ചയിലൊരു 3 വട്ടം. ഹോട്ടൽ ഫുഡ് ആണ് ഹെൽത്തി അല്ലേ, നമ്മൾ ഹെൽത്തി നമ്മുടെ വീട്ടിലുണ്ടാക്കണം. സിമ്പിളായിട്ട് പൊറോട്ട, ബീഫ്, അൽഫാം, കുഴിമന്തി, ഇതൊക്കെ ഹെൽത്തി പേരുണ്ടാക്കിയല്ലോ. മൈദ ഇല്ലാണ്ട് പൊറോട്ട ഉണ്ടാക്കി എനിക്ക് അറിയാൻ പറ്റില്ല. മൈദ ഹെൽത്തി ആക്കണം. മൈദ ഹെൽത്തി ആക്കണം എന്ന് പറയുന്ന ഒരേ ഒരാൾ നീയായിരിക്കും. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ ഡയറ്റ് എടുക്കാം, അതായത് ഹോട്ടലിൽ നിന്ന് ഹെൽത്തി ഫുഡ് എടുത്തിട്ട് എങ്ങനെ സ്ലിം ആവാന്ന് വരെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ChatGPT വരെ കൈ കഴിഞ്ഞു. ഇത് നീ കൂടിയുള്ള ഭംഗി. സവാള, തക്കാളി എല്ലാം കട്ട് ചെയ്തുകൊണ്ട് തുടങ്ങി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി മിക്സിയിൽ അരച്ചെടുത്ത് വെച്ചു. അതെല്ലാം റെഡിയാക്കി വെച്ച ശേഷം ഇറച്ചി ക്ലീൻ ആക്കി എടുത്തു. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. പിന്നെ കുക്കറിൽ എണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ച ഒനിയൻ വാട്ടിയെടുക്കാൻ തുടങ്ങി. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഞാൻ അങ്ങനെ ആക്കി തരാട്ടോ. പിന്നെ തക്കാളി കട്ട് ചെയ്തിട്ടു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റും അതിലേക്ക് ഇട്ടു. ആവശ്യത്തിന് ഉപ്പും. ആദ്യം എണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മള് സവോള കുഞ്ഞായി അരിഞ്ഞിട്ട് അത് സോട്ട് ചെയ്തെടുത്തു. ഒരു ലൈറ്റ് ബ്രൗൺ കളറായപ്പോൾ തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നല്ലപോലെ ചതച്ചതും ചേർത്ത് ഇനി ഇതൊരു 4 മിനിറ്റ് 5 മിനിറ്റ് കുക്ക് ചെയ്ത് നല്ല പച്ചമണമൊക്കെ മാറി തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടയണം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അതിലേക്ക് ഇട്ടു. പിന്നെ 500 ഗ്രാം ബീഫ് ഇറച്ചിയും ആഡാക്കി. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് 6 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്തു. ബിരിയാണിക്ക് ഏറ്റവും നല്ല റൈസ് ബസ്മതി റൈസ് പോലെ ഇറച്ചിച്ചോറിനൊക്കെ നല്ല റൈസ് ഏതാ? നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് കുതിർത്ത് വെക്കണം. അങ്ങനെ അരി കഴുകി എടുത്ത് വെച്ചു. പിന്നെ സാലഡിന് കുക്കുംബറും ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് വിസിൽ വന്നു. വെയിറ്റിംഗ് ഫോർ ദ 6th വിസിൽ. ഇങ്ങനത്തെ ഇന്നും കുടിച്ചൊക്കെ നടന്നാൽ മതിയാ, നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണ്ടേ? അങ്ങനെ പറയണം. ജിമ്മിലേക്ക് പോണം. ജിമ്മിന് പോകാൻ വേണ്ടി സ്ലിം ആയിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിരിക്കാന്നല്ല അർത്ഥം. നീ സ്ലിം ആയതിന്റെ അഹങ്കാരം നിനക്കുണ്ട്. അപ്പൊ നമ്മൾ ജിമ്മിന് പഴയ പോലെ പോകുന്നു. ആലോചിക്കലൊന്നുമില്ല. അടുത്ത ആഴ്ച പോയി ചിലപ്പോ എനിക്ക് മോട്ടിവേഷൻ വരും ജിമ്മിന് പോകാൻ. ജിം പാർട്ട്ണർ വേണം. അവിടെ പോയി ഒത്തിരി പേരുണ്ടാവും. അവിടെ പോയി വേറെ ഗേൾസിനെ അത് വേണ്ട. നീ തന്നെ വാ, ഞാൻ വരാം. വന്നല്ലേ പറ്റൂ. അങ്ങനെ ബീഫ് നല്ല പോലെ വെന്ത് കിട്ടി. കൂടെ നല്ല സ്റ്റോക്കും. അതിൽ നിന്നും ബീഫ് സെപ്പറേറ്റ് മാറ്റിയെടുത്തു. അങ്ങനെ മെയിൻ പരിപാടി തുടങ്ങി.
കുക്കറെടുത്ത് സ്റ്റൗവിൽ വെച്ച് ബീഫ് കുക്ക് ചെയ്ത സ്റ്റോക്ക് കുക്കറിലെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അത് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്തു. അതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നോട് സൂപ്പ് ഉണ്ടാക്കാനാണോ ഞാൻ പറഞ്ഞത്? ഒന്നും ആയില്ലെങ്കിൽ അവസാനം സൂപ്പായിട്ട് കുടിക്കാലോ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? വളരെ മികച്ചൊരു ഇതാണ്. നല്ലപോലെ തിളച്ച് കഴിയുമ്പോ നമ്മൾ ഇത് ഇടണം. ചോറ് നമ്മള് ചോറല്ല അരി. അരി സരേ ചോറ് കിട്ടാൻ. ഇത് വന്നിട്ട് അതിന്റെ കൂടെ ബീഫ് ഇട്ട് മല്ലിയില ഇട്ട് മൂടി വെച്ച് ഒരു വിസിലടിക്കും. അപ്പോഴേക്കല്ലേ വീണ്ടും വിസിലു. തിളച്ചു വന്നപ്പോൾ അതിലേക്ക് കഴുകി വെച്ച അരിയും കുക്ക് ചെയ്ത് വെച്ച ബീഫും മല്ലിയിലയും ഇട്ടു. കുക്കർ അടച്ചു വെച്ചു. ഇറച്ചിച്ചോറപ്പം കിട്ടും. ഒരു 25 മിനിറ്റും കൂടി കഴിഞ്ഞ് പോയി തുറന്നു നോക്കാം, എന്തെങ്കിലും കാര്യണ്ടാവും. ഫോട്ടോ വെച്ചിയാ പോയിട്ട് ഇറച്ചിച്ചോറ് തിന്നായിരുന്നു എന്നെ. പ്രലോഭിപ്പിച്ചത് ഞാനല്ലല്ലോ, നീയല്ലേ. നീ എന്തായാലും കുറച്ച് പോയി തുറന്നു നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് രാത്രി ഡിന്നർ നോക്കാം. ഓക്കേ. ഇറച്ചിച്ചോറ് അങ്ങനെ റെഡിയായി. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം സൂപ്പറായിരുന്നു. ചൂട് കൂടുതലുണ്ട്. ഞാൻ മീറ്റും കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ഫുൾ ഫ്ലേവർ ഇപ്പോൾ ഒന്നുകൂടി മിക്സ് ആവുന്നുണ്ട്. ആ സ്റ്റോക്ക് അതാ നല്ലപോലെ മിക്സ് ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ കൂടിയൊക്കെ കഴിഞ്ഞ് ഒരു ചീസും കൊടുത്ത് ഡിന്നറിന് ഇറച്ചിച്ചോറ് കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറച്ചിച്ചോറുടെ വിശേഷം. ഇനി ഫോട്ടോ വെച്ചിട്ട് പോയിട്ട് നമുക്ക് ഒന്നുകൂടി കഴിക്കാം. അത് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണാം.